ഗുഡ് മോർണിംഗ്. അപ്പം നാളെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാണ്. സോ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഇവിടെ. അപ്പോൾ നമ്മളൊന്ന് പൂളിലൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ അലാമൊക്കെ വെച്ച് എണീറ്റിട്ടുണ്ട്. അപ്പം ഒരുത്തനോടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് അവൻ എണീക്കുള്ളൂ എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. സോ ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്ത് സ്വിമ്മിങ് സ്യൂട്ട് ഇടാം. അങ്ങനെ സ്വിമ്മിങ് സൂട്ടൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി അവനെ എണീപ്പിച്ച് റെഡി ആവാൻ പറഞ്ഞു വിടണം. ഞാൻ എൻ്റെ സ്വിമ്മിങ് ക്യാപ്പ് എടുക്കാൻ മറന്നു പോയി. അപ്പോൾ പിന്നെ അവിടെ എങ്ങനെ എത്തിയാലും കുഴപ്പമില്ല, ക്യാപ്പില്ലല്ലോ. അപ്പം ഏകദേശം എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് ഞാനിങ്ങനെ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വന്നാലേ ഇനി ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പം പുറത്തെന്താ ക്ലൈമറ്റ് ഒന്നും അറിയില്ല, വെയിൽ വന്നോ എന്നുള്ള ടെൻഷനിലാണ് ഞാൻ. അങ്ങനെ ഇപ്പം വന്നു. അപ്പം ഞങ്ങൾ മെല്ലെ ഇറങ്ങി പൂളിലേക്ക് പോട്ടെ. ഓക്കെ, അപ്പം മേലത്തെ ഫ്ലോറിലാണ് പൂള് വരുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. അപ്പം നമുക്ക് അവിടെ തിരിക്കണം. ഓക്കെ, അയ്യോ ഓടിക്കോ, മഴ വെയിൽ പ്രതീക്ഷിച്ചു വന്നാൽ എനിക്ക് പറ്റിയ നല്ല കാറ്റും മഴയുമായിരുന്നു. റൂമിൽ ഇറങ്ങുമ്പോൾ ഞാൻ അയ്യോ വെയിലായി പോയിട്ടുണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇറങ്ങിയതാണ്. ഞാൻ പുറത്തെത്തി നോക്കുമ്പോൾ ഇവിടെ നല്ല മഴ, നല്ല തണുപ്പ്, നല്ല കാറ്റ്. അടിപൊളി വെതറാണ്. പിന്നെ കുറച്ച് നേരത്തേക്ക് എൻ്റെ അവസ്ഥ ചെയ്തിരുന്നു. ടർക്കിയും പുതച്ച് ഞാനങ്ങനെ തണുപ്പത്തിരിക്കുന്നു. മഴ ഇപ്പോൾ പോകുന്നു വിചാരിച്ചിട്ട് പിന്നെ നോക്കിയിരുന്നിട്ട് കാര്യം വേണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ പിന്നെ ഫുൾ വെള്ളത്തിൽ അർമ്മദനമായിരുന്നു. ഞാൻ അങ്ങോട്ട് കമന്നും മലന്നും അണ്ടർ വാട്ടറും ഒക്കെ അങ്ങോട്ട് നീന്തി കളിച്ചു. പിന്നെ തണുപ്പായത് കാരണം അങ്ങനെ അധികം ആൾക്കാരും വന്നിട്ടില്ലായിരുന്നു. പണ്ടേ കുളിക്കാൻ വലിയ താല്പര്യമില്ലെങ്കിലും വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ 2 മണിക്കൂറത്തെ നീരാട്ടിന് ശേഷം എൻ്റെ മനസ്സോടെ അവൻ വെള്ളത്തിൽ നിന്ന് പിടിച്ച് കയറ്റി റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒന്ന് പുറത്ത് പോകാനുണ്ട്. അതുകൊണ്ട് ഇനി റൂമിൽ പോയി ഫ്രഷായി റെഡി ആയിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങി കറങ്ങാൻ പോകാൻ. അതിനിടയ്ക്ക് നല്ല വിശപ്പം വന്നിട്ടുണ്ട്. അപ്പം ഫുഡ് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ റൂമിൽ പോയി ഫ്രഷായിട്ട് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പൂൾ വ്ളോഗ്.